ഇന്ന് കേരളപ്പിറവി ആഘോഷിക്കുന്നതിൻ്റെ ഒപ്പം അഭിമാനകരമായ ഒരു നേട്ടത്തിലേക്ക് കൂടി കേരളം കാലെടുത്ത് വെക്കുകയാണ്. കേരള സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി നിയമസഭയിൽ പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ കേരളം അതിദാരിദ്ര്യ മുക്തമാണെന്നുള്ള പ്രഖ്യാപനം ശുദ്ധ തട്ടിപ്പാണെന്നും ചട്ടങ്ങൾ ലംഘിച്ചാണ് നിയമസഭാ സമ്മേളനം ചേർന്നിരിക്കുന്നതെന്നും ആരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. പിന്നീട് കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുപ്രഖ്യാപനവും നടത്തും. ഇത് തട്ടിപ്പെന്ന് പറയുന്നത് സ്വന്തം ശീലങ്ങളിൽ നിന്ന് പറയുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടപ്പാക്കാവുന്ന കാര്യങ്ങൾ എന്താണോ അതേ പറയാറുള്ളൂ. ഈ കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അംഗീകാരത്തിന്റെ അടിസ്ഥാനവും അത് തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവിനുള്ള മറുപടിയായി മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. ഒരു ദിവസം വെറുതെ നടത്തുന്ന ഒരു പ്രഖ്യാപനമല്ല ഈ അതിദാരിദ്ര്യ മുക്ത കേരളം എന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റിൽ ആദ്യമെടുത്ത തീരുമാനമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത്. വീടുകൾ തോറും സർവേ നടത്തി അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളെ കണ്ടെത്തുക, അവരുടെ ജീവിതാവസ്ഥക്കനുസരിച്ച് ഓരോ കുടുംബത്തിനും പ്രത്യേക മൈക്രോ പ്ലാൻ തയ്യാറാക്കുക, ഓരോരുത്തരുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കി ജനകീയ പിന്തുണാ സംവിധാനങ്ങളിലൂടെ അവർക്ക് സഹായം എത്തിക്കുക. ഇതായിരുന്നു ആ പദ്ധതിയുടെ സമീപനം. അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളുടെ എണ്ണം 64,006 എന്ന എണ്ണത്തിലേക്ക് എത്തുന്നത്. 100 അംഗങ്ങളുള്ള സംസ്ഥാനത്തെ മാസ്റ്റർ ടീം, 650 ജില്ലാതല റിസോഴ്സ് പേഴ്സൺസ്, തദ്ദേശ സ്വയംഭരണ തലത്തിൽ 1078 ആർപിമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പരിശീലനം ലഭിച്ച 14,656 ERമാർ, 1,840 തദ്ദേശ സ്വയംഭരണ തലത്തിലെ നോഡൽ ഓഫീസർമാർ, തദ്ദേശ സ്വയംഭരണ തല സമിതികളിലെ 14,062 അംഗങ്ങൾ, 2 ലക്ഷം വാർഡ് തല സമിതി അംഗങ്ങൾ, മൊബൈൽ ആപ്ലിക്കേഷൻ കൈകാര്യം ചെയ്യുന്ന 1,010 പേർ, 50,000 അംഗങ്ങളുള്ള എന്യൂമറേഷൻ ടീമുകൾ, 1,100 അംഗങ്ങളുള്ള സൂപ്പർ ചെക്ക് ടീം. അങ്ങനെ കേരളത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമായി ഏകദേശം 13.74 ലക്ഷം ആളുകൾ. അവരാണ് ഈ 64,006 കുടുംബങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള ഉദ്യമത്തിൽ പങ്കെടുത്തത്. പിന്നീട് അവകാശം അതിവേഗം എന്നൊരു ക്യാമ്പയിനിലൂടെ 21,263 പേർക്ക് ആധാർ കാർഡ്, വോട്ടർ തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ്, ഭിന്നശേഷി കാർഡ്, ബാങ്ക് അക്കൗണ്ട്, തൊഴിൽ കാർഡ് തുടങ്ങിയവ ഉറപ്പാക്കി. ജനകീയ ഹോട്ടലുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ എന്നിവ മുഖേനയാണ് ഇവർക്ക് ഭക്ഷണം ലഭ്യമാക്കിയത്. ഈ പദ്ധതിയുടെ ആദ്യ വർഷം തന്നെ 47.89% കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. യാതൊരു വരുമാനവുമില്ലാത്ത 4,394 കുടുംബങ്ങൾക്ക് ഇപ്പോൾ സ്ഥിരമായ വരുമാന മാർഗങ്ങളുമുണ്ട്. 4,677 അതിദരിദ്ര കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുവാൻ സാമ്പത്തിക സഹായം നൽകി. 2,713 കുടുംബങ്ങൾക്ക് ഭൂമിയും വീടും ഒരുമിച്ച് നൽകി. 5,646 വീടുകൾ നവീകരിച്ചു. 829 കുടുംബങ്ങളെ അവരുടെ തന്നെ അഭ്യർത്ഥന പ്രകാരം വാടക വീടുകളിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ സന്നദ്ധ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ തുടക്കത്തിൽ തന്നെ ഇതൊരു ജനകീയ പദ്ധതിയായി മാറി. നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആദ്യ 2 വർഷങ്ങൾക്കകം അതിദാരിദ്ര്യം ഇല്ലാതാക്കി. ധർമ്മടം ആദ്യ അതിദാരിദ്ര്യ മുക്ത നിയമസഭാ മണ്ഡലമായി. കോട്ടയവും കണ്ണൂരുമാണ് ഈ ലക്ഷ്യം കൈവരിച്ച ആദ്യ ജില്ലകളായി മാറിയത്. 160 കോടി രൂപ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ പ്രത്യേകം വകയിരുത്തി. സംസ്ഥാനത്ത് അതീവ ദരിദ്രരായി ആകെ കണ്ടെത്തിയ 64,006 കുടുംബങ്ങളിൽ 4,445 കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നതിനാൽ സംസ്ഥാനത്ത് അതിദരിദ്രരായി കണ്ടെത്തിയ 64,006 കുടുംബങ്ങളിൽ 4,445 കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്നവർ ഇതിനിടയ്ക്ക് മരണപ്പെട്ടു. മരണം വരെ അവർക്ക് ആവശ്യമുള്ള സേവനങ്ങൾ സർക്കാർ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. 231 കുടുംബങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അല്ലെങ്കിൽ നാടോടി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത് കാരണം അവരെ കണ്ടെത്താൻ പ്രയാസം നേരിട്ടു. വിവിധ സർക്കാർ ഏജൻസികളുടെ നിരന്തരമായ ശ്രമങ്ങൾ ഉണ്ടായെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ കുടുംബങ്ങൾ മടങ്ങി വരുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ നൽകും. ഇന്ന് കേരളം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒരു പ്രധാന നാഴികക്കല്ല് കൂടി നാം പിന്നിടുകയാണ്. ഇത് അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ്. ദാരിദ്ര്യം വീണ്ടും കേരളത്തിൽ തലവെക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനോട് കൂടിയാണ് സർക്കാരിന്റെ ഇനിയുള്ള പരിപാടികളും. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക വരവും മറ്റുള്ള സർക്കാരുടെ പ്രവർത്തനങ്ങളുമൊക്കെ കേരളത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുകയും ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ശരി തന്നെയാണ്. എന്നിട്ടും അതിദാരിദ്ര്യം ഉള്ളവരെയാണ് ഇപ്പോൾ മോചിപ്പിക്കുന്നത്. വിശപ്പിൽ നിന്നും മോചനം തേടുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഈ അവസരത്തിലും മനസ്സിൽ ദാരിദ്ര്യമുള്ള കോൺഗ്രസിലെ ചില നേതാക്കൾ പറയുന്നത് വേണമെങ്കിൽ അതിദരിദ്രരായ ആളുകളെ ഞങ്ങൾ കാണിച്ചു തരാമെന്നാണ്. ഈ 5 കൊല്ലം അവരെയൊന്നും കോൺഗ്രസ്സുകാർ കണ്ടിട്ടില്ല എന്നാണ് ചോദിക്കേണ്ടത്. 10 കൊല്ലം കൊണ്ട് പിണറായി വിജയൻ ആകെ നിർമ്മിച്ചത് നൽകിയത് 4,60,000 വീടാണെന്ന് സതീശൻ തന്നെ പറയുന്നുണ്ട്. അതായത് ദിവസം 126 വീടുകൾ എന്ന തരത്തിൽ തുടർച്ചയായി 10 വർഷം വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ വയനാട്ടിൽ യൂത്ത് കോൺഗ്രസ് നിർമ്മിക്കും എന്ന് പറഞ്ഞ വീടുകളിൽ എത്ര എണ്ണം പൂർത്തിയായി എന്നുകൂടെ സതീശൻ പറയാൻ തയ്യാറാകണം. ഇറങ്ങിപ്പോകാൻ ആർക്കും കഴിയും. വലിയ എഫർട്ട് എടുത്ത് ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരിക്കലും കഴിയില്ല. അതിനായി അടിമുടി ആ പാർട്ടിയെ അഴിച്ചു പണിയണം.